ഹായ് അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് പിസയാണ് കേട്ടോ. അതിനായിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ബോൺലെസ് ചിക്കൻ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് സോയാ സോസും കൂടെ ഞാനിത് കായം തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ഒലീവ് സ്ലൈസ് ചെയ്തത് വേണം, പിസ്സ സോസ് വേണം, പിന്നെ മൊസറല്ല ചീസ് ഇതിലേക്ക് വേണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഈസ്റ്റാണ്. ഈസ്റ്റ് നമുക്ക് ഒരു ടീസ്പൂണാണ് ഈസ്റ്റ് വേണ്ടത്. പിന്നെ നമുക്കതിലേക്ക് ക്യാപ്സിക്കം വേണം. ഞാനിവിടെ കളർ ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സോൾട്ടും അതുപോലെ തന്നെ ഷുഗറും നമുക്കിതിലേക്ക് വേണം കേട്ടോ. അപ്പോൾ ഈസ്റ്റ് നമ്മൾ ഒരു 1/2 കപ്പോളം ചെറിയ ചൂടുവെള്ളത്തിൽ ഈസ്റ്റും പഞ്ചസാരയും, അതായത് 2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടിയിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം ഞാൻ അടച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. 2 കപ്പ് മൈദയും ഈസ്റ്റ് കലക്കി വെച്ച വെള്ളവും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഞാനിത് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് കേട്ടോ നമ്മളിത് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നല്ല സോഫ്റ്റായിട്ട് നമ്മളിതിവിടെ കുഴച്ചെടുക്കുന്നുണ്ട്. ഒരു ബോൾ പോലെ ആക്കി നമ്മളതിൻ്റെ മേലെ കുറച്ച് ഒലീവ് ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത്. അതൊന്ന് ഡ്രൈ ആവാതിരിക്കാനാണ് കേട്ടോ. പിന്നെ നമ്മളിതൊരു 5 മണിക്കൂറോടെ മാറ്റി വെക്കുന്നുണ്ട്. 4-5 മണിക്കൂറിനുള്ളിൽ അത് പൊങ്ങി വരും. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം ഞാനിതിങ്ങനെ പരത്തി ഒരു ട്രേയിലേക്കാണ് പരത്തുന്നത്. എൻ്റെയൊക്കെ ഒരു പിസ്സ ട്രേ ഉണ്ടായിരുന്നു, അതിലാണ് ഞാനിത് ഇങ്ങനെ പരത്തിയെടുക്കുന്നത്. അത് ഫോർക്ക് വെച്ചിട്ട് നമ്മൾ കുത്തി കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ അതിലേക്ക് പിസ്സ സോസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് മീതെ നമ്മൾ കുറച്ച് മൊസറല്ല ചീസ് ഇട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം അതുപോലെ തന്നെ സവോളയും നമ്മൾ കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഫ്രൈ ചെയ്തത് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മളതിൻ്റെ മീതേക്ക് കുറച്ച് ഒലീവ് സ്ലൈസ് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് ഒരിഗാനോയും നമ്മളിതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും ഞാൻ മൊസറല്ല ചീസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് നമ്മളിതിൽ ചീസ് ആഡ് ചെയ്ത് കൊടുക്കണം. ശേഷം ഞാൻ ഒരു 15 മിനിറ്റോളാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ സ്റ്റൗ ടോപ്പിലാണ് കേട്ടോ അത് ചെയ്തെടുക്കുന്നത്. ദോശമാവിൻ്റെ കല്ല് ഒരു 5 മിനിറ്റോളം ഞാൻ ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ചെറിയ ഫ്ലെയിമിലാണ് ഞാനിത് 15 മിനിറ്റോളം ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.